അപ്പോൾ നമ്മൾ വീട് പണിൻ്റെ കാര്യങ്ങളൊക്കെ എവിടെ എത്തി നോക്കാൻ വേണ്ടിയിട്ട് ഒരു വൈകുന്നേരത്താണ് കേട്ടോ ഗൈസ് ഞാൻ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ മതിലിൻ്റെ പണികളായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഇനി പെയിൻറ്റ് പണി വർക്കുകൾ കാര്യങ്ങൾ, അതായത് നമ്മൾ പ്രൈമറാണ് ആദ്യം അടിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രൈമറൊക്കെ അടിക്കണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അന്നത്തെ ദിവസം വൈകിട്ട് തന്നെ നമ്മളെ ഇലക്ട്രീഷ്യനായ സുര എന്താ പറയുക ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചു. അപ്പം ഞാനും പൊടിയും എല്ലാവരും കൂടി വന്നിരിക്കുകയാണ് കേട്ടോ. സ്റ്റെപ്പ് കയറാൻ പേടിയാണ്, സ്റ്റെപ്പ് ഇറങ്ങാനാ പേടി. നിൽക്കുമല്ലേ പോ. ഹായ്, എങ്ങനെയുണ്ട് തനോ? എങ്ങനെയുണ്ട് അനു? ഓക്കേ. എന്തിനാ പേടിക്കുന്നു? പൊടിയേ. ഓ, നല്ല ആംബിയൻസ് എല്ലാം കൊള്ളാം. ഞാൻ ആദ്യമായിട്ടാ വരുന്നത്. ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ കേസ്. നമ്മുടെ മേലെ, അതായത് നമ്മുടെ ടെറസിൻ്റെ മേലെയൊക്കെ പോയി അവർ കുറച്ച് നേരമൊക്കെ നിന്നിട്ട് തിരിച്ച് താഴേക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ വീടിനടുത്തുള്ള കുട്ടികൾ തന്നെയാണ് അവരൊക്കെ അത് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും സുരയും എല്ലാവരും കൂടി ഇവിടെ ഇങ്ങനെ സംസാരിച്ചിട്ടൊക്കെ നിൽക്കുകയാണ്. ലൈറ്റ് എല്ലാ റൂമിലും തെളിഞ്ഞപ്പോൾ അത് കാണാനുള്ളൊരു ആകാംക്ഷ കൊണ്ട് ഞങ്ങൾ വൈകുന്നേരം തന്നെ ഇതിട്ട് റെഡിയായി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കണക്ഷൻ കൊടുത്ത് പോകണപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു. ഇവിടെയൊക്കെ കാണാനും ഒക്കെ നല്ല വെളിച്ചങ്ങളൊക്കെ ആയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കേസ് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ബാത്റൂമാണ്. ബാത്റൂമിലും ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വർക്കുകൾ ഇനിയിപ്പോൾ നമ്മൾ എന്താ പറയുക പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നമുക്ക് അവിടെയൊക്കെ നനയ്ക്കുകയാണ് കേട്ടോ. നമ്മുടെ മതിൽ കുറച്ചും കൂടി പണിയാനുണ്ട്. ഈ ഫ്രണ്ടിലൊന്നും മതിൽ കെട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ചെയ്യണം. ഇതാ സൗ അവിടെ നനച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ ആളുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കേസ്. അപ്പോൾ അവർ പെയിൻറ്റിങ്ങിൻ്റെ നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമിൽ നിന്ന് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പെയിൻറ്റിങ് വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ വീട് ഓപ്പണിങ്ങിന് അധികം ദിവസങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാ പണികളും നമ്മൾ സ്പീഡപ്പ് ആക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പെയിൻറ്റിങ് വർക്കുകൾ നടക്കുന്നുണ്ട്, മതിലിൻ്റെ പണികൾ നടക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഈ പ്ലംബിങ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇനി അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നത് വെളിയിലുള്ള പ്ലംബിങ് കേട്ടോ. ഉള്ളിലൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി. ഇനി വെളിയിലുള്ള പൈപ്പ് പോണതും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കേസ്. അപ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം ഞങ്ങളുടെ വീട് ഇരിക്കുന്നത് ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക്, ഇപ്പോൾ ഞങ്ങൾ വാടകയ്ക്കാണ് ഇരിക്കുന്നത്. കുറേ വർഷങ്ങളായിട്ടുള്ള വാടകയ്ക്ക് ആണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ 10 വർഷമായിട്ട് വാടകയ്ക്ക് ഇരിക്കുന്ന വീടാണ് ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ആ വീടിൻ്റെ ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ടായിരുന്നു. കാരണം 10 കൊല്ലമായിട്ട് ഞങ്ങളുടെ സ്വന്തം വീട് പോലെ കരുതി ഞങ്ങൾ ജീവിച്ച ആ കുഞ്ഞു സ്വർഗത്തിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും നമ്മുടെ വീട് ഓപ്പണിങ്ങിന് മുമ്പ് എടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കേണ്ട കേസ്. അപ്പോൾ അതൊക്കെ കാണാൻ നിങ്ങളെന്തായാലും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത് പിറ്റേ ദിവസം നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്നുള്ള പാടങ്ങളിലേക്കുള്ള കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറേ വർക്കുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ നല്ല ദിവസം നോക്കാൻ വന്നാൽ കേട്ടോ. നമ്മളെ വീട് ഇരിക്കാനാണ് അതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ മേലെയാണ് ജോത്സ്യൻ കേട്ടോ. നമ്മൾ ഇവിടെയാണ് മൂപ്പനെയാണ് എപ്പോഴും ഇവിടെ വന്നിട്ട് നോക്കാറുള്ളത് കേട്ടോ. ഞങ്ങൾ വീട് ഇരിക്കുമ്പോഴും അല്ല വീടല്ല, അതാണ് വീട് പണി തുടങ്ങുമ്പോഴും ഇവിടെ നിന്നാണ് കേട്ടോ കേസ്. നമ്മുടെ യാക്കരയിലുള്ള ജ്യോതിഷനാണ്. അപ്പോൾ മൂപ്പൻ്റെ അടുത്താണ് വന്നിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നതേ. അപ്പോൾ തടസ്സങ്ങളൊന്നും കൂടാതെ വീട് പണിയൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആവാനായി. അപ്പോൾ നല്ല ദിവസവും ഇവിടെ വന്ന് നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അല്ലേ സൗ? അങ്ങനെ ഞങ്ങൾ ജ്യോതിഷനെയൊക്കെ പോയി കണ്ട് തിരിച്ചെത്തുമ്പോഴേക്കും നമ്മുടെ KSEBന്ന് നമ്മൾക്ക് കറണ്ട് നേരിട്ട് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അന്ന് കണ്ടത്, നമ്മളിതിന് മുമ്പ് നമ്മൾ ലൈറ്റ് ഇടുന്ന ആ ഇത് കണ്ടത്, നമ്മൾ ലൈറ്റ് ഫിറ്റിങ്സൊക്കെ കഴിഞ്ഞിട്ട് താൽക്കാലികമായിട്ട് കത്തിച്ച് നോക്കിയാണ് കേസ്. അപ്പോൾ കണക്ഷൻ നേരിട്ട് കൊടുക്കുന്നത് നമ്മൾ KSEB പോയി അപേക്ഷയൊക്കെ കൊടുത്ത് അവർ വന്ന് ആ പോസ്റ്റിൽ നിന്ന് നേരിട്ട് നമ്മുടെ അവിടേക്ക് കണക്ഷൻ കൊടുക്കാനുള്ള ചെയ്യുന്നത്. അപ്പോൾ അവർ വന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങേ അറ്റത്തുള്ള ആ പോസ്റ്റിൽ നിന്നാണ് നമ്മൾ വേറൊരു പോസ്റ്റ് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. അവിടേക്ക് നേരിട്ട് വയറ് വലിച്ച് കണക്ഷൻ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ വർക്കുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞങ്ങളങ്ങനെ നിൽക്കുകയാണ്. കട്ട് ചെയ്തു ഓക്കെ. ഇനി അപ്പോൾ കണക്ഷൻ കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇനി അടുത്തത്
ഇത് ബാത്റൂം ഡോറ്, ഇതൊരു ഡിസൈൻ നമ്മുടെ മെയിൻ ഡോർക്ക് അല്ലേ. അപ്പോൾ വീട്ടിലെ മതിലിൻ്റെ പണികളൊക്കെ കണ്ടിട്ട് നിന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ നേരെ ഞങ്ങൾ നമ്മുടെ തിരുവാലത്തൂർ രണ്ടുമൂർത്തി ക്ഷേത്രം ഉണ്ട് കേട്ടോ. അവിടെ കാർത്തിക വിളക്കാണ്. അപ്പോൾ അതിൻ്റെ പരിപാടി കാണാൻ വേണ്ടിയിട്ട് ഞാനും സൗം കൂടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും ഇപ്പോൾ 2 കൊല്ലമായിട്ട് തുടർച്ചയായിട്ട് ഞങ്ങളിവിടെ വരാറുണ്ട്. ദീപം തെളിയിക്കാനൊക്കെ വരാറുണ്ട് കേട്ടോ കേസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. വൈകുന്നേരമായി. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് തൊഴുതി ദേവിയെ കണ്ട് തൊഴുതിട്ട് ദീപങ്ങളൊക്കെ തെളിയിച്ചിട്ട് തിരിച്ചു പോകാമെന്നും പറഞ്ഞിട്ട് ഞാനും സൗമ്യം വന്നതാണ്. വളരെ സന്തോഷമുണ്ട് കേസ്. ഞങ്ങൾ കഴിഞ്ഞ തവണ ശ്രീ രണ്ടുമൂർത്തി ഭഗവതി ക്ഷേത്രത്തിൽ വന്ന് ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നല്ലൊരു വ്യൂ ഒക്കെ കിട്ടി. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ തവണ മോണിറ്റൈസേഷൻ്റെ ആ സമയമായിരുന്നു കേട്ടോ എൻ്റെ ചാനൽ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോകൾ ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയി എടുക്കുമ്പോൾ അതിലൊരു പ്രത്യേകതയുള്ളൊരു ക്ഷേത്രമായിട്ട് ആളുകൾ കണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്തൊരു ക്ഷേത്രമാണ് കേട്ടോ ഈ രണ്ടുമൂർത്തി ഭഗവതി ക്ഷേത്രം. അപ്പോൾ ഇവിടെയും വന്ന് തൊഴുതിയിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇനിയും വീടിൻ്റെ കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ തനിയെ നമ്മൾ വരും. അതായത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോസുകളൊക്കെ ഇടുന്നത് നമ്മൾ മുന്നേ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ വർക്കുകളൊക്കെ ഏകദേശം കഴിയാറായി. അപ്പോൾ നമ്മുടെ വീട് ഓപ്പണിങ് എന്നാണെന്നൊക്കെ ഞാൻ അടുത്തതിൽ അറിയിക്കട്ടെ കേസ്. നിർത്താൻ തുടങ്ങിയ പോവാം.